ആർ അച്യുതൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, എന്താണ് ഇന്ത്യ കനത്ത ഭാഷയിലുള്ള മുന്നറിയിപ്പാണ് ഈ വിഷയത്തിൽ, അതിർത്തിയിലെ നിയന്ത്രണ രേഖയിലെ ഈ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നടത്തുന്ന വെടിവെപ്പിനാണ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത്. ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻ DGമാർ ഇന്ന് പരസ്പരം ആശയവിനിമയം നടത്തിയപ്പോൾ ഈ കാര്യത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ അത് വലിയ ഭവിഷ്യത്തുണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട്. അതൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. എന്താണ് ഈ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽമാരുടെ ചർച്ചകൾ സംഭവിച്ചത്? എന്തൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ? വിജയകുമാർ, കഴിഞ്ഞ 6 ദിവസമായി തന്നെ ഈ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ നിരവധി തവണ ഇത്തരത്തിൽ പാകിസ്ഥാൻ ഈ നിയന്ത്രണ രേഖയോട് സമീപം പ്രകോപനം സൃഷ്ടിക്കുകയും ഇന്ത്യ ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ ഒരു ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ ഇന്ത്യ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതായത് നിയന്ത്രണ രേഖയിൽ യാതൊരു പ്രകോപനവും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകാതെ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം പ്രകോപനം, വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള പ്രകോപനം, അതിന് ശക്തമായ ഭാഷയിൽ ശക്തമായ രീതിയിൽ മറുപടി നൽകും എന്നാണ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് ഇനിയും തുടർന്നാൽ അത് യാതൊരു തരത്തിലും വച്ചു പൊറുപ്പിക്കില്ല എന്ന രീതിയിലാണ് ഇന്ത്യ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു മറുപടി മുന്നറിയിപ്പ് ഇത് നൽകിയിരിക്കുന്നത്. എന്തായാലും ശക്തമായ ഭാഷയിൽ ഇപ്പോൾ ഇന്ത്യ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ നിയന്ത്രണ രേഖയിലെ പ്രകോപനത്തിനാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ, അതായത് പാകിസ്ഥാൻ ഇത്തരം സമീപനവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ സേനയുടെ ഭാഗത്തുനിന്ന് ശക്തമായ മറുപടിയായിരിക്കും അതിലുണ്ടാവുക എന്നുകൂടിയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ.